1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സ്ത്രീകൾ പ്രൊഫസി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മൂടുപടം ഇടണമെന്ന്. അതേ പൗലോസ് അപ്പോസ്തലൻ അതേ അധ്യായത്തിൽ പിന്നെയും പറയുന്നുണ്ട്, സ്ത്രീകളുടെ നീളമുള്ള തലമുടി അവൾക്ക് മൂടുപടം ആണല്ലോ എന്നും. ഈ രണ്ട് വൈരുദ്ധ്യമുള്ള വാക്യങ്ങൾ നമ്മളെ കാണിക്കുന്നത് ഇതൊരു സ്ട്രിക്റ്റ് ലോ അല്ല എന്ന് തന്നെയാണ്. ഇന്നെനിക്ക് പറയാനുള്ളത് ഈ ഒരു മൂടുപടത്തെക്കുറിച്ചല്ല, തുണി എന്ന മൂടുപടത്തെക്കുറിച്ചല്ല. ഇന്നെനിക്ക് പറയാനുള്ളത് യഥാർത്ഥ മൂടുപടത്തെക്കുറിച്ചാണ്, യഥാർത്ഥ കവറിങ്ങിനെ കുറിച്ചാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മൂടുപടത്തെക്കുറിച്ചാണ്. യേശുവിലുള്ള നീതി എന്ന വിശ്വാസം മാത്രമാണ് പാപക്കറകൾ കൊണ്ട് മൂടിയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും നീതീകരിക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങൾക്ക് നീതി നൽകുന്നത് എന്നുള്ള യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഓരോ ദിവസവും ജീവിച്ച് മരിക്കുക. ന്യായവിധിയുടെ ദിവസത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും പിടിച്ചു നിർത്തുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല ദൈവം മാനിക്കുന്നത്. അത്തരം കാര്യങ്ങൾ അവിടെ അപ്രസക്തമാണ്. ദൈവം നോക്കുന്നത് യേശുവിലുള്ള വിശ്വാസത്തിലാണോ, യേശുവിലുള്ള നീതി നമ്മൾ വിശ്വസിച്ചോ എന്ന് മാത്രമാണ്. യേശുവിലുള്ള വിശ്വാസമാണ് നമ്മളെ ഇറ്റേണിറ്റിക്ക് പ്രാപ്തരാക്കുന്നത്. ഒരു കഷ്ണം തുണി തലയിലിട്ടുകൊണ്ട് മനുഷ്യരെ പറ്റിക്കാൻ വളരെ ഈസിയാണ്. ദൈവത്തിലുള്ള എന്തൊരു ഭക്തി, എന്തൊരു ജ്ഞാനം എന്നൊക്കെ ഇത് കണ്ട് മനുഷ്യർ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമായിരിക്കും. പക്ഷേ ദൈവം നിങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമോ എന്നുള്ളത് മനസ്സിലാക്കുക. ദൈവം നമ്മളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള ഭാവം അളന്നിട്ട് തന്നെയാണ്. ദൈവത്തോട് നമുക്കുള്ള ഭാവം, ഹൃദയഭാവം, ആറ്റിറ്റ്യൂഡ്, നിലപാട്, ദൈവത്തോടുള്ള ഭക്തി, റെവറൻസ്, ഹ്യൂമിലിറ്റി, ഇതൊക്കെ ദൈവത്തിന് നന്നായിട്ട് അളന്ന് മനസ്സിലാക്കാൻ കഴിയും. യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തി യേശുവിലുള്ള നീതി നേടി ഓരോ ദിവസവും ജീവിച്ച് മരിക്കുക. ഇത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു കഷ്ണം തുണി തലയിൽ ഇട്ടുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ മാത്രമാണ് ദൈവഭക്തി കാണിക്കാൻ പറ്റുന്നത്. ദൈവത്തിന് ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം കണക്കിലെടുക്കുന്നത് മറ്റുള്ള കാര്യങ്ങളാണ്. വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കുക. വിശ്വാസം കൂടാതെ ദൈവത്തെ ഒരിക്കലും പ്ലീസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വലിയ വൻ സത്യം നിങ്ങൾ മനസ്സിലാക്കുക.